സങ്കീർത്തനങ്ങൾ അധ്യായം 79. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ദൈവമേ, ജാതികൾ നിന്റെ അവകാശത്തിലേക്ക് പ്രവേശിച്ചു, നിന്റെ വിശുദ്ധാലയത്തെ അശുദ്ധമാക്കി യെരൂശലേമിനെ ശൂന്യമാക്കി തീർത്തു. അവർ നിന്റെ ഭൃത്യന്മാരുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷിക്കും നിന്റെ വൃതന്മാരുടെ മാംസത്തെ ഭൂമിയിലെ മൃഗത്തിന് ഭക്ഷണമായി കൊടുത്തു. അവർ യെരൂശലേമിനു ചുറ്റും വെള്ളം പോലെ അവരുടെ രക്തം ചിന്തി. അവരെ സംസ്കരിക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ അയൽക്കാർക്ക് നിന്നയും ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് പരിഹാസവും ഹാസ്യവുമായി തീർന്നു. കർത്താവേ, നീ എത്രത്തോളം എന്നേക്കും നീ കോപിക്കുമോ? നിന്റെ കോപം അഗ്നി പോലെ ജ്വലിക്കുമോ? നിന്നെ അറിയാത്ത ജാതികൾ മേലും നിന്റെ തിരുനാമം വിളിച്ചപേക്ഷിക്കാത്ത രാജ്യങ്ങൾ മേലും നിന്റെ കോപം ചൊരിയണമേ. എന്തെന്നാൽ അവർ യാക്കോബിനെ ഭക്ഷിക്കുകയും അവന്റെ വാസസ്ഥലത്തെ ശൂന്യമാക്കുകയും ചെയ്തു. ഞങ്ങളുടെ പൂർവന്മാരുടെ പാപങ്ങൾ ഞങ്ങൾക്കെതിരായി ഓർക്കരുതേ. നിന്റെ കരുണ വേഗം ഞങ്ങളെ മുമ്പിടണമേ. എന്തെന്നാൽ ഞങ്ങൾ ഏറ്റവും താഴ്ത്തപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, നിന്റെ മഹത്വ തിരുനാമം നിമിത്തം ഞങ്ങളെ സഹായിക്കണമേ. നിങ്ങളുടെ ദൈവം എവിടെയാകുന്നുവെന്ന് ജാതികൾ പറയാതിരിപ്പാൻ തിരുനാമം നിമിത്തം ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ ഭൃത്യന്മാരുടെ രക്തം ചീന്തിയ തന്റെ പ്രതികാരം ഞങ്ങൾക്ക് മുമ്പാകെ ജാതികളിൽ കാണട്ടെ. ബന്ധനസ്ഥന്റെ ദീർഘശ്വാസം തിരുസന്നിധിയിൽ എത്തണമേ. നിന്റെ വല്ലഭത്വത്താൽ മക്കളെ മരണത്തിൽ നിന്നഴിച്ചു വിടണമേ. കർത്താവേ, ഞങ്ങളുടെ അയൽക്കാർ നിന്നെ നിന്ദിച്ച നിന്ന 7 ഇരട്ടിയായി അവരുടെ മാർവിലേക്ക് പകരം കൊടുക്കണമേ. നിന്റെ ജനവും നാട്ടിൻ കൂട്ടത്തിലെ ആടുകളാകുന്ന ഞങ്ങൾ എന്നേക്കും നിന്നെ സ്തോത്രം ചെയ്യും. പിൻതലമുറകളോട് നിന്റെ അത്ഭുതങ്ങളെ വർണ്ണിക്കുകയും ചെയ്യും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.